പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, കൃപാസന മാതാവേ, കരുണയുടെ നിറകുടമേ, കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും അറിയുന്ന എൻ്റെ അമ്മേ, ഇന്നിതാ എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടി അമ്മ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ദൈവവചനം പറയുന്നുണ്ടല്ലോ, യെശയ്യാവ് 49:15 അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. അമ്മേ, എത്രയോ ക്യാൻസർ രോഗികൾ അമ്മേ വേദനയാൽ ഭാരപ്പെടുമ്പോൾ, എൻ്റെ അമ്മേ സഹിപ്പാൻ വയ്യാത്ത വേദനയാൽ അവർ വിഷമിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ സ്പർശനം അവർക്ക് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ ചെന്നവരെ നീ കാണണമേ അമ്മേ. സഞ്ചാരി മാതാവേ, അവരുടെ വേദനയെല്ലാം മാറ്റി ക്യാൻസർ കോശങ്ങളെല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനയിലും അവരുടെ ചികിത്സയിലും അമ്മ അവർക്ക് ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിനമായ ചികിത്സയിലൂടെ കടന്നു പോകുന്നവരെ അമ്മേ, അമ്മയുടെ കരങ്ങളാൽ പിടിച്ചു നിർത്തണമേ. വേദനയുടെ നിമിഷങ്ങളിൽ അമ്മേ അവർക്ക് സഹിക്കുവാനുള്ള കൃപ എൻ്റെ അമ്മ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഭയം, നിരാശ, മരണഭീതി എന്നിവ തളർന്നിരിക്കുന്ന ഹൃദയങ്ങളിൽ അമ്മയുടെ സമാധാനം ഇറങ്ങി വരട്ടെ. അമ്മേ, ദൈവവചനത്തിൽ യെശയ്യാവ് 41:10 പറയുന്നത് പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്. അമ്മേ അവർക്ക് ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ ഓരോ കോശവും സുഖം പ്രാപിക്കട്ടെ അമ്മേ. ദൈവവചനത്തിൽ പറയുന്നത് പോലെ അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്ന്. അമ്മേ, ഞങ്ങൾക്കറിയാം അമ്മേ, തമ്പുരാൻ അസാധ്യമായ ഒന്നുമില്ലല്ലോ അമ്മയുടെ മകനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സമയം അമ്മേ, സഞ്ചാരി മാതാവേ, എല്ലാ മക്കൾക്കും ഒരു സൗഖ്യം അമ്മ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ, സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.